എൻ്റെ മൂവാണ്ടൻ മാവ് ആണിത്. ഞാൻ വെച്ച മാവ് 3.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് മാങ്ങ കഴിച്ചിട്ട് മാമ്പഴം കഴിച്ചിട്ട് അതിൻ്റെ അണ്ടി കൊണ്ടുവന്ന് ഞാനിവിടെ കുഴിച്ചിട്ടിട്ട് ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കുന്നംകുളത്ത് ഞമനേങ്കാട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഇഷ്ടം പോലെ മാവുണ്ട്. ഇതേമാതിരി മൂവാണ്ടൻ മാവ് കിട്ടുക. പക്ഷേ അത് നമുക്ക് കിടന്ന് പോലും പൊട്ടിക്കാം. ഒട്ടും പൊക്കമില്ലാതെ ഡ്വാർഫാണ് എല്ലാം, ഒട്ടും പൊക്കമില്ല. എൻ്റെ അത്ര പൊക്കം മാത്രമേ ഉള്ളൂ, ഒരു 5 അടി 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ അത്രയും പൊക്കമുള്ളൂ കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൈ വെച്ച് പൊട്ടിക്കാം. അപ്പം പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഭയങ്കര പൊക്കത്തിൽ. ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് പൊട്ടിക്കുന്നത്. നിറച്ച് മാങ്ങയുണ്ട്. മാങ്ങ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത് കേട്ടോ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല, മാവ് കാണില്ല, മാവിൻ്റെ ഇല പോലും കാണില്ല, അത്രയും മാങ്ങ ഉണ്ടാവും. ഇത് അത്രയൊന്നും ഇല്ല. എന്നാലും ഞാൻ അടുത്ത വീട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കും, ആവശ്യക്കാർക്കൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ അച്ചാറുണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അച്ചാറിടാൻ പറ്റും. പിന്നെന്താ, ഇവിടെ ലൈൻ പോകുന്നുണ്ട്, അതാണ് എനിക്ക് പേടി. ഇലക്ട്രിക് ലൈൻ ഉണ്ട് താഴെ, എല്ലാ വീട്ടിലേക്കും പോകുന്ന ലൈൻ ഞങ്ങളുടെ പറമ്പിലാണ്. അതിൽ കൂടിയാണ് പോകുന്നത്. പോസ്റ്റ് ഞങ്ങളുടെ പറമ്പിലാണുള്ളത്. അപ്പോൾ അതിൽ കൂടെ അതിൽ മാങ്ങ പൊട്ടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ലൈനിൽ തട്ടോ എന്നുള്ള പേടി. പക്ഷേ ശ്രദ്ധിച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ഇത് ജാതിമരാണ് കേട്ടോ, ജാതിക്ക ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ലൈനിൻ്റെ മുകളിൽ തട്ടാതെ വേണം നമുക്കത് പൊട്ടിക്കാൻ. പോസ്റ്റ് കണ്ടോ, പോസ്റ്റ് ഉണ്ട്. അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിലേക്ക്, ഇപ്പുറത്തെ ചെറിയമ്മയുടെ വീട്ടിലേക്ക്, പിന്നെ ഇപ്പുറത്തെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക്, അവരുടെ മോളുടെ വീട്ടിലേക്ക്, അങ്ങനെ ഒരു 5-6 വീട്ടിലേക്കുള്ള ലൈനൊക്കെ ഞങ്ങളുടെ പറമ്പിൽ കൂടിയാണ് എടുത്തിരിക്കണേ. ഇനി അവരെന്നെ പറഞ്ഞു, ഇനി ആരെയും എടുക്കരുത്, ലോഡ് പുറത്തു കൂടെ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. എന്നാലും എല്ലാവരും ഈ പറമ്പ് കൂടെ പണ്ട് പോലെ എടുത്തത് കൊണ്ട് അതങ്ങനെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.